എല്ലാവർക്കും നമസ്കാരം. മാഗ്നറ്റിക് തെറാപ്പി പ്രോഡക്ട്സുകളെ കുറിച്ചുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ശരീരത്തിലെ രോഗങ്ങളുടെയും മറ്റ് ഡിസോർഡറുകളും സംഭവിക്കാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാരണമാണ് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷനും അതുപോലെ ശരീരത്തിൽ ഇല്ലാത്ത ഓക്സിജൻ്റെ ലെവലും. അപ്പോൾ ആ ഒരു ഇത് മുഖ്യമായ ഒരു കാരണമാണെങ്കിൽ പോലും നമുക്ക് എങ്ങനെ ഇതിൽ നിന്ന് ഒരു മാറ്റം സാധ്യമാക്കാമെന്നതിനെ കുറിച്ചായിരുന്നു മാഗ്നറ്റിക് പ്രോഡക്റ്റുകളെ വെച്ചുള്ള ഒരു ക്ലാസ്സിൽ ഞാൻ സംസാരിച്ചത്. അപ്പോൾ ബാക്കി കുറച്ച് പ്രോഡക്റ്റുകളെ കുറിച്ച് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അതിൽ ഒന്നാണ് ഇതാണ് നീ പാഡ്. നീ പാഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലുകളിൽ നമുക്ക് കാലിന് വേദനയുള്ളവരുണ്ടാകാം, വേരിക്കോസിസ് വെയിൻ പോലെയുള്ള അസുഖങ്ങളുള്ളവരുണ്ടാകാം. അപ്പോൾ അങ്ങനെ മറ്റ് കാലിന് നീർക്കെട്ട്, രക്തസംക്രമണമില്ലാത്ത അവസ്ഥ, കാലുകൾക്ക് ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാത്തതിനാൽ കാലുകൾ കറുത്തിരിക്കുക, അതുപോലെ നീർക്കെട്ട് വന്നിരിക്കുക, അങ്ങനെയൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് ഈ ഒരു പാഡ് വളരെയധികം യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇതിനകത്തും എല്ലാം ബയോ മാഗ്നറ്റുകൾ ഉള്ളതാണ്. അതിൻ്റെ മാഗ്നറ്റാണ് ഞാൻ ഇതൊരെണ്ണം ഇവിടെ വച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ബയോ മാഗ്നറ്റുകൾ ഇതിനകത്തെല്ലാം നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ബയോ മാഗ്നറ്റുകൾ ഞാൻ ജസ്റ്റ് അതൊരു എക്സാമ്പിളായിട്ട് നിങ്ങളെ കാണിച്ചു തന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിന് ഉള്ളിൽ ഈ ഓൾറെഡി ബയോ മാഗ്നറ്റുകൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നീ പാഡ്, ഇതിനെല്ലാത്തിനും ബാൻഡുകളുണ്ട്. അപ്പോൾ ഈ നീ പാഡ് നമ്മുടെ കാലിൽ ചുറ്റി വയ്ക്കുകയും വേദനയുള്ള ഭാഗം ഈ പോർഷനിൽ വരത്തക്ക രീതിയിൽ നമുക്കിതിനെ ചുറ്റി വെച്ച് നമ്മുടെ കാലിൽ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ അത് എത്ര സമയം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. നമ്മുടെ കംഫർട്ട് അനുസരിച്ച് നമുക്കിത് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് പറ്റുന്നിടത്തോളം ടൈം നമ്മുടെ കാലിൽ ഇത് കെട്ടിവെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഈ ബ്ലഡ് സർക്കുലേഷനെ ത്വരിതപ്പെടുത്തുന്നത് മൂലം നമ്മുടെ ശരീരത്തിലുള്ള അല്ലെങ്കിൽ ആ കാലിൻ്റെ ഭാഗത്തുള്ള നീർക്കെട്ടിന്, വേദനയ്ക്ക് എല്ലാം ഒരു ശമനം ഉണ്ടാക്കി തരികയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഇത് വളരെ സോഫ്റ്റാണ്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് വേദനയൊന്നും അനുഭവിക്കില്ല. അതുകൊണ്ട് നമുക്ക് വളരെയധികം പെട്ടെന്ന് തന്നെ ഈസിലി ഒരു റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ നീ പാഡിന് സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, വെരിക്കോസിസ് വെയിൻസ് പോലെയുള്ള പ്രോബ്ലത്തിനെല്ലാം നല്ല രീതിയിലൊരു മാറ്റമാണ് ഈ പ്രോഡക്റ്റുകളുടെ ഉപയോഗം കൊണ്ട് സാധ്യമാകുന്നത്. അടുത്തതായി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന മറ്റൊരു ഇതാണ് പില്ലോ പാഡ്. നമ്മൾ യൂസ് ചെയ്യുന്ന തലയണകളിലകത്ത് നമുക്കിത് സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇത് പില്ലോ പാഡാണ്. ഞാൻ ഈ പില്ലോ പാഡിനകത്തും എല്ലാം ബയോമാഗ്നറ്റുകൾ പുറമേ വെച്ച് കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ഇതെല്ലാം ബയോമാഗ്നറ്റ് ഉള്ളതാണ്. അതുകൊണ്ടാണ് ഇതെല്ലാം പിടിച്ചിരിക്കുന്നത്. ഇതെല്ലാം ഞാനിവിടെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഓരോന്നും. അപ്പോൾ എവിടെയെല്ലാമാണോ ബയോമാഗ്നറ്റുകൾ ഉള്ളത് അതെല്ലാം ഇവിടെ ഇതിനകത്തേക്ക് സ്റ്റിക്ക് ചെയ്ത് ഇരിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാം കണ്ടോ, ഇത് ചാടി പിടിക്കുകയാണ്. അതെല്ലാം എവിടെയെല്ലാമാണോ ബയോമാഗ്നറ്റുകളിൽ അവിടെയെല്ലാം നമുക്ക് ഇതിൻ്റെ ആ ഒരു പ്രസൻസ് ഇതവിടെ മറ്റ് കാന്തങ്ങൾ അതിലേക്ക് ആകർഷിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇത് പില്ലോ പാഡാണ്. പില്ലോ പാഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷനെ നോർമലാക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ഓർമ്മക്കുറവ്, ഉറക്കമില്ലായ്മ, മറ്റ് ബ്രെയിൻ ട്യൂമറിൻ്റെ പോലെയുള്ള എക്സസ് ഗ്രോത്ത്, ബ്രെയിനിനകത്ത് വേറെ എന്തെങ്കിലും ഡാമേജസ് ഉണ്ടെങ്കിൽ ഡെഡ് സെൽസിൻ്റെ ഒരു റീജുവനേഷൻ പ്രോസസ്സിങ് അതെല്ലാം സാധ്യമാക്കാനായിട്ട് നല്ല ഉറക്കം കിട്ടുന്നതിനും എല്ലാം നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് ഇത് പില്ലോ പാഡ്. ഈ പില്ലോ പാഡ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ തലയണ സാധാരണയായി യൂസ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ തലയണയുടെ കവറിനകത്തേക്ക് അത് കയറ്റി വെച്ചാൽ മതി. പിന്നെ ഇത് വളരെ സോഫ്റ്റും പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽസ് മോശമാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കവറിനകത്ത് സൂക്ഷിച്ച് വയ്ക്കുക. അപ്പോൾ ഈ സ്റ്റിക്കർ പോർഷൻ എപ്പോഴും തലയുടെ ഭാഗത്തേക്ക് ചേർന്നിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതാണ് പില്ലോ പാഡ്. അതുപോലെ തന്നെ ഒരു ബെഡിൽ അല്ലെങ്കിൽ പില്ലോയ്ക്കകത്ത് എങ്ങനെയാണ് പില്ലോ പാഡ് വെക്കുന്നത് എന്നുള്ളതാണ് ഇത് ഞാനൊരു പില്ലോയാണ്. ആ പില്ലോയുടെ കവറിനകത്ത് പില്ലോ പാഡ് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ പില്ലോ പാഡ് വൃത്തിയായി ഇരിക്കുകയും ചെയ്യാം, നമ്മുടെ തലയുമായിട്ട് ഒരു ബന്ധം വരികയും ചെയ്യും, അതിന് അഴുക്ക് പിടിക്കുകയുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ പില്ലോ പാഡ് ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ബെഡാണിത്. ഈ ബെഡിൻ്റെ അടിയിൽ നമ്മുടെ ബയോ മാഗ്നറ്റിൻ്റെ മാട്രസ് പാഡ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ മാട്രസ് പാഡ് എന്ന് പറയുമ്പോൾ അതൊരു വലുതാണ്, ഒരു ബെഡിൽ ഫുൾ കവർ ചെയ്യത്തക്ക രീതിയിലാണ്. അപ്പോൾ അതിനകത്ത് ഒരു വളരെ നൈസായിട്ടുള്ള ഒരു കോട്ടൺ ബെഡ്ഷീറ്റാണ് വിരിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ ആ കോട്ടൺ ബെഡ്ഷീറ്റ് വിരിച്ചിടുക. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് കോട്ടൺ ബെഡ്ഷീറ്റ് വിരിച്ചിടുമ്പോൾ അത് നൈസായിട്ട് കിടക്കുകയും വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും.
അപ്പോൾ എല്ലാവരും പില്ലോ പാഡും അതുപോലെ തന്നെ മാട്രസ് പാഡും കണ്ടല്ലോ, അങ്ങനെ വൃത്തിയായിട്ട് യൂസ് ചെയ്യുക. കൂടാതെ അത് ഒരു മാഗ്നറ്റ് പാഡിൽ നമ്മൾ കിടന്ന് കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് സാധാരണയായി നടുവേദനയൊക്കെ ഉള്ളവരാണ് എങ്കിൽ നടുവേദനയ്ക്കും പുറം വേദനയ്ക്കും നീർക്കെട്ടിനും എല്ലാം നല്ല ആശ്വാസമുണ്ട്, സുഖകരമായ ഉറക്കം കിട്ടും. ശരീരത്തിൽ ബയോമാഗ്നറ്റിൻ്റെ ബെഡിൽ കിടന്ന് കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരം മലർന്നു തന്നെ കിടക്കുകയാണ് ഏറ്റവും ഉചിതം. മലർന്ന് കിടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ബോഡി പാർട്ടിലേക്ക് ഈസിലി ആയിട്ട് നല്ല രീതിയിൽ മാഗ്നറ്റിക് ഫീൽഡ്സ് കടന്നു ചെല്ലാനായിട്ട് സാധിക്കും. അപ്പോൾ അതുവഴി നമ്മുടെ ശരീരത്തിൽ നല്ല നല്ല മാറ്റങ്ങളാണ് സംഭവിക്കുക. കൃത്യമായി യൂസ് ചെയ്യുക. ഇനി ചിലരെ സംബന്ധിച്ച് ഒരിക്കൽ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് കയ്യിൽ കിട്ടില്ല. പിന്നീട് വെള്ളം കുടിക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ വെള്ളം കുടിക്കില്ല. അതുകൂടാതെ തന്നെ പില്ലോ പാഡ് യൂസ് ചെയ്യില്ല. പലതും ചിലപ്പോൾ ബെഡിൽ കിടക്കുന്നുണ്ട് എങ്കിലും വെള്ളം കുടിക്കില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. നമ്മൾക്കിപ്പോൾ ഒരു ഡോക്ടറാണ് മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് എങ്കിൽ എത്ര ടാബ്ലറ്റ്സ് ആണ്, 5 ടാബ്ലറ്റ്സ് തന്നു കഴിഞ്ഞാൽ 5 ടാബ്ലറ്റ്സും കൃത്യസമയത്ത് പറയുന്ന സമയത്ത് കഴിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതിലൊരു രോഗത്തിനൊരു ശാന്തി കിട്ടുകയുള്ളൂ. എന്ന് പറയുന്നത് പോലെ ബെഡിൽ കിടന്നുകൊണ്ട് മാത്രം അതിനൊരു ശാന്തി കിട്ടിയെന്ന് വരില്ല. അതോടൊപ്പം തന്നെ അപ്പോൾ ബെഡിൽ കിടക്കുമ്പോൾ ആ ടോക്സിൻസ് ഡെപ്പോസിറ്റ് ഇളകി മറിയുകയും അതുപോലെ ആ ടോക്സിൻസിനെ പുറന്തള്ളാനുള്ള ഒരു ടെൻഡൻസി ശരീരം കാണിക്കുമ്പോൾ സാധാരണ നാം കുടിക്കുന്ന വെള്ളത്തിലൂടെ ആ ടോക്സിൻസ് ഡെപ്പോസിറ്റ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുന്നില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ബയോമാഗ്നറ്റിൻ്റെ വാട്ടർ എനർജി പാഡ് കവർ ചെയ്തിട്ടുള്ള കുപ്പിയിൽ വെള്ളം തന്നെ യൂസ് ചെയ്യുക. നിങ്ങൾ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ അത് എല്ലാ രീതിയിലും സിസ്റ്റമാറ്റിക്കലി തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടാണ് നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. അപ്പോൾ ഞാൻ ഈ മാഗ്നറ്റിക് തെറാപ്പി പ്രോഡക്ട്സുകളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഒരിക്കലും ഒരു മരുന്നിന് എതിരായിട്ടല്ല. നമുക്ക് എമർജൻസി സിറ്റുവേഷനിൽ മാത്രം മെഡിസിൻസിനെ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളെ ഡിപ്പെൻഡ് ചെയ്യുക. അത് നമ്മുടെ ആരോഗ്യത്തെ ഒരു സംരക്ഷണം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. കൂടാതെ തന്നെ നമുക്ക് മറ്റ് രോഗങ്ങളിൽ നിന്നൊരു പ്രിവെൻഷനും കൂടിയാണ് ഇത്. മരുന്ന് എടുക്കേണ്ട സമയത്ത് മരുന്നുകളിൽ എടുക്കുക, ആവശ്യമില്ലാത്തപ്പോൾ അവ ഉപയോഗിക്കാതിരിക്കുക, സൈഡ് എഫക്റ്റുകൾ കൂടുതലുള്ള മെഡിസിൻസിനെ അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള റെമഡീസൊക്കെ നമുക്ക് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്ട്സുകൾ യൂസ് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ ആരോഗ്യത്തെ അത് രക്ഷിക്കുക തന്നെ ചെയ്യും. ചുമരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ സാധിക്കുകയുള്ളൂ എന്ന് ചിന്തിക്കുക. കൂടാതെ ഞാൻ ഈ ബയോമാഗ്നറ്റിക് പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു ഡെമോൺസ്ട്രേഷൻ എങ്ങനെയാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ട് ആ വീഡിയോ കൂടി നിങ്ങൾ കാണുക. അപ്പോൾ അതിനകത്ത് നമ്മൾ ഏറ്റവും പെട്ടെന്ന് നമുക്ക് കാണിച്ചു തരാൻ പറ്റുന്നത്, പെട്ടെന്നൊരു വേദന മാറുന്നതോ അല്ലെങ്കിൽ മറ്റസുഖങ്ങൾ പെട്ടെന്ന് മാറുന്നതോ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുകയില്ല, അല്ലേ? അതൊരാളുടെ അനുഭവമാണ് നമുക്ക് പറയാൻ സാധിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നാം സ്വയം അനുഭവിച്ചറിയണം. അപ്പോൾ ഇവിടെ കാണിച്ചു തരുന്നത് വളരെ ഈസിയായി നമുക്കറിയാം. നാം ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകൾ, അല്ലെങ്കിൽ നാം ഇരിക്കുന്ന ഈ ഒരു കോൺക്രീറ്റ് ബിൽഡിങ്സ്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട് മുഴുവൻ നാം റേഡിയോ ആക്റ്റീവ് റേസസിനകത്താണ് നാം ഇരിക്കുന്നത് തന്നെ ശരിക്കും. അപ്പോൾ നമുക്ക് മൊബൈൽ റേഡിയേഷൻസ്, നമ്മൾക്ക് അറിയാം മൊബൈലിന് റേഡിയേഷൻസ് ഉണ്ടെങ്കിൽ നാം ഒരിക്കലും വിശ്വസിക്കുന്നില്ല. മൊബൈലിന് റേഡിയേഷനോ അത് വളരെ കുറച്ചാണ്, പക്ഷെ അതിൻ്റെ ഒരു എഫക്റ്റ് എത്രമാത്രമാണെന്ന് നാം ചിന്തിക്കുന്നതിനേക്കാളും വളരെയധികം വലുതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹോർമോൺസിൻ്റെ ഇംബാലൻസിങ്ങിന് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ മൊബൈലുകളിൽ നിന്നും മറ്റുമുള്ള റേഡിയേഷൻസ്. അത് ഇൻഫെർട്ടിലിറ്റി പോലെയുള്ള അസുഖങ്ങൾ, തൈറോയിഡ് പോലെയുള്ള അസുഖങ്ങൾ, അങ്ങനെ ഹോർമോണൽ സംബന്ധമായ ഒത്തിരി രോഗങ്ങൾ ഉണ്ടാകുകയും അതുപോലെ നമ്മുടെ കണ്ണ്, ബ്രെയിൻ എന്ന് വേണ്ട ഒത്തിരി പ്രോബ്ലംസ് നമുക്ക് സൃഷ്ടിക്കുകയും ചെയ്യും. എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു കാരണവശാലും ഇപ്പോഴുള്ള ഈ ടെക്നോളജികളെ ഒന്നും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ അവയിൽ നിന്നുണ്ടാകുന്ന ദൂഷ്യങ്ങൾ നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളത് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ മൊബൈലിൻ്റെ റേഡിയേഷൻ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ എഫക്റ്റ് ചെയ്യുന്നതെന്നും എങ്ങനെയാണത് നമ്മുടെ ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകൾ വെച്ചിട്ട് എങ്ങനെയാണ് അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചും ഉള്ള ഒരു ഡെമോൺസ്ട്രേഷനാണ് നിങ്ങൾക്കായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും കാണുക. ഇത് ചിലപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ തോന്നും വെറുതെ നമ്മൾ കാണിക്കുന്നതാണെന്ന്, പക്ഷേ ഇത് അനുഭവിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ ഈ ബയോമാഗ്നറ്റ് പ്രോഡക്റ്റുകൾ നമ്മുടെ ശരീരത്ത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിന്റെ ഒരു ഡെമോയാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ഒന്ന് കാലടിപ്പിച്ച് വെച്ച് കൈ ഇങ്ങനെ നീട്ടിപ്പിടിച്ചു. ഞാൻ ഈ കൈ ഇങ്ങനെ പൊക്കാൻ നോക്കുമ്പോൾ മാക്സിമം ബലം കൊടുത്തോളുക, പൊക്കിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് താഴത്തേക്ക് മാക്സിമം ബലം കൊടുത്തോളുക. റെഡി? ഒന്നുകൂടി നോക്കാം. റെഡി?
ഇൻബാലൻസിങ്ങിലാണ് നിർത്തിയേക്കുന്നത്. അതുകൊണ്ട് ഒന്നുകിൽ പുറകോട്ട് പോകും, അല്ലെങ്കിൽ കൈ പൊങ്ങിപ്പോകും. ഇനി ഇത് ബയോമാഗ്നറ്റിന്റെ ഒരു പ്രോഡക്റ്റ് ആണ്, ഒരു റിസ്റ്റ് ബാൻഡാണ്. ഇത് ഈ കൈയിലേക്ക് കെട്ടിയിട്ട് നമുക്ക് നോക്കാം. കൈ വെച്ച് ഇങ്ങനെ ഒരു 10-20 തവണ കാണിക്കുക. ശ്വാസം 2-3 തവണ ആഞ്ഞു വലിച്ചു വിടുക. കൈ കാല അടുപ്പിച്ച് വെച്ചോ, കൈ നീട്ടി പിടിച്ചു. റെഡി. ബലം കൂടിയതായിട്ട് തോന്നുന്നുണ്ടോ? ഇപ്പൊ പുറകോട്ട് പോയുമില്ല, എനിക്ക് കൈ പൊക്കാനും പറ്റിയില്ല. ഇപ്പൊ കയ്യില് ഈ റിസ്റ്റ് ബാൻഡ് ഉണ്ട്. ഞാൻ ഈ മൊബൈലിലേക്ക് കോൾ ചെയ്യും, അപ്പൊ അതൊന്ന് അറ്റൻഡ് ചെയ്യണം കേട്ടോ. ഒന്ന് അറ്റൻഡ് ചെയ്തു. എന്നിട്ട് ആ പോക്കറ്റിലേക്ക് ഇട്ടു. ഇപ്പം കട്ടായി പോയി. ഒന്നുകൂടി ഓണാക്കി തന്നെ അറ്റൻഡ് ചെയ്ത് തന്നെ പോക്കറ്റിലേക്ക് ഇട്ടോ. ഇനി കൈ ഒന്നുകൂടി നീട്ടിപ്പിടിച്ചു, കാലടുപ്പിച്ച് വെച്ചു. റെഡി. എനിക്ക് കൈ അനക്കാൻ പറ്റില്ല, പൊക്കാൻ പറ്റില്ല, പുറകോട്ട് പോയുമില്ല, വേച്ച് പോയുമില്ല. ഇപ്പൊ മൊബൈൽ ഓണാണ്. ഞാൻ ഈ റിസ്റ്റ് ബാൻഡ് അഴിച്ചെടുക്കുകയാണ്. ഇനി ആ കൈ അതുപോലെ തന്നെ ഒന്നുകൂടി നീട്ടിപ്പിടിച്ചു, അതുപോലെ തന്നെ ബലം കൊടുത്തു. റെഡി. പുറകോട്ട് വേച്ച് പോയി, കൈ പൊക്കാനും പറ്റും. അതായത് ഇവിടെ സംഭവിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റിസ്റ്റ് ബാൻഡ് കയ്യിൽ കെട്ടിയപ്പോൾ നമുക്ക് മൊബൈലിന്റെ റേഡിയേഷൻ ഏറ്റില്ല. ഇത് അഴിച്ചു മാറ്റിയ ഉടനെ തന്നെ, ഒറ്റ സെക്കൻഡ് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തേക്ക് മൊബൈലിന്റെ റേഡിയേഷൻ അടിച്ചു. അതുകൊണ്ടാണ് നമ്മുടെ എനർജി ലോസ് ആയി. അതുകൊണ്ടാണ് ഞാൻ കൈ പൊക്കിയപ്പോഴത്തേക്ക് പുറകോട്ട് വേച്ചു പോകും, കൈ പൊക്കാനും എനിക്ക് സാധിച്ചത് അതുകൊണ്ടാണ്. അതായത് ഇനിയുള്ള കാലം നമുക്ക് എന്തായാലും മൊബൈൽ ഉപേക്ഷിക്കാൻ പറ്റില്ല, ശരിയല്ലേ? അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മൊബൈലിന്റെ റേഡിയേഷനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. അതിന് പറ്റുന്ന ഏറ്റവും നല്ല ഒരു പ്രോഡക്റ്റ് ആണ് ഈ ബയോമാഗ്നറ്റിന്റെ റിസ്റ്റ് ബാൻഡ്, അല്ലെങ്കിൽ ഈ കാണുന്ന ബ്രേസ്ലെറ്റ്. ഇതും ബയോമാഗ്നറ്റ് നിറച്ചതാണ്. അപ്പൊ അതുകൊണ്ട് ഇതിലെന്തെങ്കിലും ഒരെണ്ണം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ റേഡിയേഷനെ, മൊബൈലിന്റെ നല്ല, ഇപ്പൊ കമ്പ്യൂട്ടറിൽ നിന്നും എവിടുന്ന് വന്ന റേഡിയേഷനെ ആണെങ്കിലും അതിനെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റാണ് ഈ ബയോമാഗ്നറ്റിന്റെ പ്രോഡക്റ്റ്. ഈ കൂടുതൽ വിശ്വാസം വരാൻ വേണ്ടിയിട്ട് മറ്റൊരു ഡെമോയും കൂടി ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇങ്ങനെ ഒരു 10-20 തവണ കാണിക്കുക. ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. 2-3 തവണ ശ്വാസവും ആഞ്ഞു വലിച്ചു വിട്ടു. അങ്ങനെ നിന്നു. ഞാൻ ഈ കൈ താത്താൻ ശ്രമിക്കുമ്പോൾ മാക്സിമം ബലം കൊടുത്തോളുക, താത്താതിരിക്കാൻ വേണ്ടിയിട്ട്. റെഡി. കാലടുപ്പിച്ച് വെച്ച് റെഡി. എനിക്ക് കൈ താത്താൻ പറ്റില്ല, അതുപോലെ തന്നെ
അറ്റൻഡ് ചെയ്ത് പോക്കറ്റ് കിട്ടും. റെഡി. ഇനി അതുപോലെ തന്നെ കൈ പിടിച്ചു. ഇപ്പൊ ഞാൻ റിസ്റ്റ് ബാൻഡ് അഴിച്ചെടുത്തു. ഇനി കയ്യ് അതുപോലെ താത്താൻ നോക്കുവാണ്. വളരെ കൂളായിട്ട് കൈ താത്താൻ പറ്റുന്നുണ്ട്. ശരിയല്ലേ? റേഡിയേഷൻ ഏറ്റവും. ഓക്കെ, താങ്ക് യു.